ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 81 ഉത്തരാർജിതത്തിലെ അധ്യായം 4 ഖണ്ഡം 1 ഇന്ന് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ സോമം ആണ് ദേവത. സോമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത്. ഇപ്പം സോമയാഗം നടത്തിയാണെങ്കിൽ അതിൻ്റെ പ്രധാന ഇൻപുട്ട് എന്ന് പറയുന്നത് സോമം തന്നെയാണ്, അഗ്നിയിൽ അർപ്പിക്കുന്നത്. അപ്പം പൊതുവെ ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതേസമയം സോമയാഗത്തിൽ ഇപ്പം കൃത്രിമമായിട്ട് മഴയെല്ലാം പെയ്പ്പിക്കുന്ന കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പം നമുക്കിതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം 180 മന്ത്രം. വിലങ്ങനെ വെച്ചിരിക്കുന്ന ഈ പാത്രത്തിൽ നേർക്കായിട്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സോമം. അപ്പോൾ ഇത് ഏതിനു വേണ്ടിയിട്ടാണ്? സോമം പിഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് എടുക്കുകയാണ്. സോമലതയുടെ നീര് ഇടിച്ച് പിഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് എടുക്കുമ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടാണ്, ഇത്തരം മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ചെയ്യുക. അപ്പോൾ ആ അവസരത്തിലെ ആ കാര്യം പറയുന്ന പോലെയാണ് ഇവിടെ മന്ത്രവും വരിക. പാത്രം വെച്ചിട്ടുണ്ട്, അതിന് നേർക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സോമം എല്ലാ ധനവും ലക്ഷ്യമാക്കിയാണ് ഋത്വിക്കുകൾ അതിനെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഋത്വിക്കുകളാണല്ലോ കർമ്മം ചെയ്യുന്നത്. അവർ എല്ലാവിധ ധനങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ട്, എന്താണ് എല്ലാവിധ ധനം? സോമയാഗത്തിലൂടെ ധനം നേടുന്നത് എങ്ങനെയാണ്? മഴ പെയ്യുമ്പോൾ കൃഷി അഭിവൃദ്ധിപ്പെടും. സാധാരണ ഇത് നടക്കുന്ന മഴക്കാലത്തൊന്നും മഴ പെയ്യുമ്പോഴൊന്നും ആരും നടത്തില്ലല്ലോ. മഴയില്ലാത്തപ്പോഴാണ്, കൃഷി നശിക്കുന്ന സമയത്താണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത്. അപ്പോൾ അതിലൂടെ ചെടികളെല്ലാം സമൃദ്ധമായാൽ ധനം നല്ലോണം കിട്ടും. അപ്പം അതിനു വേണ്ടിയിട്ട് പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇടിച്ച് പിഴിഞ്ഞെടുക്കുക. ഇനി 151. അത് അന്നവും ശക്തിയും നൽകുന്ന സോമമാണ്. നമുക്ക് അന്നം നൽകും. അന്നം എങ്ങനെ നൽകുക? ഇത് പോയിട്ട് മഴ പെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അന്നം ഉൽപ്പാദിപ്പിക്കപ്പെടും. ശക്തിയും, നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണമെല്ലാം തന്നെയാണ്. ഭക്ഷണം കഴിച്ചാലും ധനം കിട്ടിയാലും എല്ലാം നമ്മുടെ ശക്തി. പാപങ്ങളെ ദൂരെ കാറ്റി ഓടിക്കും ഈ സോമം. അങ്ങനെ പിഴിയുമ്പോൾ പറയുകയാണ്, നീ പാപങ്ങളെ ആറ്റി ഓടിക്കും. പാപം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ പാപം, സുഖമുള്ള നേരം പാപമൊന്നുമില്ല, പാപം പോയി. വിശക്കുമ്പോൾ പാപം, ദാഹിക്കുമ്പോൾ പാപം, ദാഹം തീരുമ്പോൾ സുഖം. അതുപോലെ തന്നെ ഈ സോമം പിഴിയുന്നത് എന്തിനു വേണ്ടിയാണ്? അഗ്നിയിലേക്ക് അർപ്പിച്ചിട്ട് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി. മഴ പെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം, കൃഷിയെല്ലാം നല്ലവണ്ണം വളരും. അതാണ് ലക്ഷ്യം. അപ്പം നമ്മളെ പാപങ്ങളെല്ലാം അകലും. മാത്രമല്ല നമുക്ക് പുത്രന്മാരെയും കുതിരകളെയും കൂടി നൽകി അനുഗ്രഹിക്കുന്നു. പുത്രന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പത്തുണ്ടാകുമ്പോൾ കുടുംബം, സമൂഹം പുഷ്ടിപ്പെടും. കണ്ടമാനം മക്കളുണ്ട്, ജനങ്ങളുണ്ടാകും. ഇപ്പം നദീതീരങ്ങളിലെല്ലാം ജലമുള്ളത് കൊണ്ടല്ലേ നല്ലോണം സമൃദ്ധമായിട്ട് അവിടെ ജനവാസം കൂടുന്നത്. അതുപോലെ നല്ല മഴയെല്ലാം ഉണ്ടെന്ന നാട്ടിലെന്തായിരിക്കും? ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരും. കുതിര എന്ന് പറയുമ്പോൾ ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബലവും കിട്ടും. ഇനി 182 ഞങ്ങൾക്കും ഞങ്ങളുടെ ഗോക്കൾക്കും വേണ്ടിയിട്ട് അന്നം അഥവാ ധനം നൽകുന്ന സോമം. ധനം അല്ലെങ്കിൽ അന്നം ഭക്ഷിക്കാനുള്ളത് അന്നം, അത് വിറ്റിട്ട് പൈസയാക്കുമ്പോൾ ധനം.
അപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ ഗോക്കൾക്കും നമ്മളെ മൃഗങ്ങൾക്കും എല്ലാം തിന്നാൻ എന്ത് വേണം? പുല്ല് വേണം. പുല്ലും വൈക്കോലും എല്ലാം വേണം. ഇതെല്ലാം കിട്ടുന്നത് എങ്ങനെയാണ്? മഴ പെയ്തു കഴിഞ്ഞാൽ ചെടികൾ നല്ലവണ്ണം വളരും. അപ്പോൾ അങ്ങനെ നൽകുന്ന സോമം ഞങ്ങളുടെ മധുരസ്തുതികളെ നേർക്ക് വരണേ. സ്തുതികൾ എന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങൾ. നമ്മൾ വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തിൽ സയൻസാണുള്ളത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ഇടിച്ച് പിഴിഞ്ഞിട്ട് കൃത്രിമമായിട്ട് മഴയിൽ പെയ്യ്ക്കുന്നതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് ഉള്ളിടത്തേക്കാണ് ഈ സോമം വരുന്നത്. കാരണം സയൻസിലൂടെ മാത്രമേ ഈ സോമത്തിന് മഴ പെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം സോമം ഉപയോഗിച്ച്, സോമനീര് ഉപയോഗിച്ച് അഗ്നിയിൽ അർപ്പിച്ചിട്ട് മഴ പെയ്യിപ്പിക്കുന്നതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. ഇനി അപ്പോൾ ആ സയൻസിൻ്റെ നേർക്കാണ് ഇത് വരുന്നത്. ഇനി 153 യാഗം ചെയ്യുന്നതിൻ്റെ ശക്തിവിശേഷത്താൽ പവിത്രീകരിക്കപ്പെട്ട സോമം സ്തുതികളോടൊപ്പം ചേർന്നു. അപ്പോൾ സോമം സ്തുതികളോടൊപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചേർന്നിട്ടാണ് സോമം വരുന്നത്. എന്താണ് സയൻസ്? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാഗം ചെയ്യുന്നതിൻ്റെ ശക്തിവിശേഷത്താൽ പവിത്രീകരിക്കപ്പെട്ട്. അപ്പോൾ സോമം പിഴിഞ്ഞെടുത്ത സോമത്തെ എന്ത് വേണം? ശുദ്ധീകരിക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശുദ്ധീകരിച്ചിട്ടാണ് അത് പാത്രത്തിലേക്ക് വീഴുന്നത്. അതിനെയാണ് അഗ്നിയിലേക്ക് അർപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ നീര് പിഴിഞ്ഞിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അഗ്നി കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യില്ല. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അപ്പോൾ സ്തുതിയുണ്ട്, അതിന് ശക്തി നേടുന്നുണ്ട്. എങ്ങനെ? പവിത്രീകരിക്കുന്നതിലൂടെ. അത് പിന്നെ എന്ത് ചെയ്യും? ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. ആകാശ വഴിയിലൂടെ സഞ്ചരിച്ച് കലശത്തിലെത്തുന്നു. അതായത് ആകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ആകാശമാണല്ലോ. അതിലൂടെ സഞ്ചരിച്ചിട്ടാണ് കലശം എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ. അപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ ആകാശ വഴിയിലൂടെയാണ്, വായുവിലൂടെയാണ് അതിനെ പിഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് അരിപ്പയിലൂടെയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോഴാണ് അത് വിഘടിച്ച് വരുന്നത്, അത് അയനൈസ് ചെയ്യുന്നത്. ഇനിയോ വേറെ തരത്തിലും ഇത് ആകാശമാർഗത്തിലൂടെ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലും എടുക്കാം. അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അത് ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ട് മുകളിൽ പോയി അത് മേഘങ്ങളെ കൂട്ടിച്ചേർപ്പിച്ചിട്ട് മഴയായിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടിയും സോമം ഉണ്ടാവില്ല. അത് നമ്മുടെ പാത്രത്തിൽ മഴയായിട്ട് വരികയും ചെയ്യും. ഇനി 154 ദേവന്മാർക്ക് ഇഷ്ടം പോലെ പാനം ചെയ്യുന്നതിന് വേണ്ടി ഇടിച്ചു പിഴിഞ്ഞിരിക്കുന്ന ഈ സോമം ദേവന്മാർക്ക്. ആരാണിത് പാനം ചെയ്യുന്നത്? ദേവന്മാർ. ദേവന്മാർ എന്ന് പറയുന്ന ആരാണ്? ആകാശത്തിൽ ഇതിനെ പിഴിഞ്ഞെടുത്തിട്ട് അഗ്നിയിൽ അർപ്പിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ ആരാണ്? ഇന്ദ്രൻ. ഇന്ദ്രനാണ് മഴ പെയ്ക്കുന്നത്. സോമം എന്ന് പറഞ്ഞാൽ അയനൈസ്ഡ് ചെയ്ത ദ്രാവകം, വേപ്പറാണ്. അത് മേഘങ്ങളുണ്ടാവും. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുള്ള മേഘങ്ങൾ കൂടിച്ചേരാതെ ഇങ്ങനെ നിൽക്കുകയാണ് അകന്നിട്ട്. ഇന്ദ്രൻ കൂട്ടിച്ചേർക്കാൻ നോക്കിയിട്ട് കൂടിച്ചേരുന്നില്ല, നടുവിൽ എതിർക്കുകയാണ് വായു. അവിടത്തേക്കാണ് ഈ സോമം വരുന്നത്, അയനൈസ്ഡ് ചെയ്ത്. അയനൈസ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് മേഘങ്ങൾക്ക് കൂടിച്ചേരാൻ പറ്റും. അപ്പോൾ ഇവിടെ ദേവതകളേക്കതാണ്, മേഘൻ ദേവതയാണ്, മേഘത്തിന് വേണ്ടിയാണ് ചെല്ലുന്നത്. ഇന്ദ്രനാണ് കൂട്ടിച്ചേർക്കുന്നത്, ഇന്ദ്രൻ ദേവതകളാണ്. അപ്പം ദേവതകൾക്ക് യഥേഷ്ടം പാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇടിച്ചു പിഴിഞ്ഞെടുത്ത ഈ സോമം ശത്രുക്കളെ അക്രമികളെയെല്ലാം ഓടിക്കും. അതിനുവേണ്ടി ഞങ്ങൾ ശക്തിയും ബലവും നൽകുകയാണ്. ശത്രുക്കളെ ഓടിക്കും. ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് മേഘങ്ങൾ കൂടിച്ചേർന്നൊരു ശത്രുതയായി നിൽക്കുന്ന എന്താണ്? ഇടയ്ക്കുള്ള വായുവാണ്, അയനൈസ്ഡ് ചെയ്യാതെ വായു. സാധാരണ വായു വൈദ്യുതിനെ കടന്നു പോകാൻ സഹായിക്കില്ല. അയനൈസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കടന്നു പോകാം. അപ്പം ഈ ശത്രുത ഇല്ലാതാക്കാനാണ് സോമം ചെല്ലുന്നത്. അപ്പം ശത്രുക്കളെ അക്രമികളെ ദൂരേക്ക് ഓടിക്കും. അതിന് ശക്തിയും ബലവും നമ്മൾ നൽകുന്നു. അതിനുള്ള ശക്തിയും ബലവുമാണ് നമ്മൾ സോമത്തിന് നൽകുന്നത്. എങ്ങനെ?
അതിനെ ഇടിച്ച് പിഴിഞ്ഞ് അരിച്ചെടുക്കുമ്പോൾ അത് അയനൈസ്ഡ് ചെയ്യും. അത് ശക്തിയുള്ളതാണ്. ഇനി 185 അനവധി പശുക്കളോടൊപ്പം ഗോക്കൾക്ക് ഐശ്വര്യം നൽകുന്നതും കുതിരകളോടൊപ്പം കുതിരകൾക്ക് ഐശ്വര്യം നൽകുന്നതുമായ ഈ ദാനം നീ ഞങ്ങൾക്ക് നൽകുകയാണ്. അപ്പം മഴ പെയ്യുമ്പോഴുള്ള ഫലം ആർക്കെല്ലാമാണ് കിട്ടുക? പശുക്കളോടൊപ്പം ഗോക്കൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും, പശുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാതരം മൃഗങ്ങളെയും പശുക്കൾ എന്ന് പറയും. ഗോകം എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ പശു, അല്ല മറ്റുള്ള മൃഗങ്ങൾക്കും കുതിരകൾക്കും എല്ലാം ഐശ്വര്യം നൽകും. കൃത്രിമമായിട്ട് മഴ പെയ്യിക്കുമ്പോൾ മഴ പെയ്യിപ്പിക്കുകയാണ്. ചെടികളെല്ലാം നല്ലോണം വളരും. അപ്പം എല്ലാതരം പക്ഷികൾക്കും പഴങ്ങളെല്ലാം ഉണ്ടായാലും മൃഗങ്ങൾക്ക് എല്ലാറ്റിനും ഐശ്വര്യം നൽകുന്ന ഇതാണ് ഈ സോമം. അപ്പം എല്ലാവർക്കും മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം ആർക്കെല്ലാണ്? മഴ പെയ്താൽ വെള്ളം കയറുമ്പോൾ മത്സ്യങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും, തവളകൾ, എല്ലാത്തിനും സന്തോഷമാണ്. ഇനി 156 ഞങ്ങൾക്ക് വേണ്ടി യഥേഷ്ടം, പിന്നെ ഞങ്ങൾക്കും നൽകും. ദ്വിലോകത്തിൽ നിന്നും, 2 ലോകം, നമ്മളും അന്തരീക്ഷത്തു നിന്നാണ് മഴ പെയ്ക്കുന്നത്. ധനം ധരിക്കുന്ന അല്ലയോ ശക്തി വിശേഷമേ, ഞങ്ങൾക്ക് ധനം നൽകാൻ വേണ്ടിയിട്ടാണ് നീ പാടുപെടുന്നത്. അങ്ങയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, നീ നല്ല മഴയിലൊന്ന് പെയ്യിപ്പിച്ചതാ, അതിലൂടെ നമുക്ക് ധനം യഥേഷ്ടം ലഭിക്കട്ടെ, അതിനുവേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇടിച്ച് പിഴിയുമ്പോഴുള്ള സമയത്ത് പറയുന്ന മന്ത്രങ്ങളാണ് ഇത്. ഇനി 157 കരുത്തനായ ഒരു ശത്രുവിനെ നിഷ്കരണം നശിപ്പിക്കുന്നവരും അതിന് പ്രസിദ്ധനാണ് നീ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകുന്നവനാണ് നീ. മതം കൊണ്ടവനാണ്. മതം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, മതം പിടിക്കുക എന്ന് പറഞ്ഞാൽ അയനൈസ്ഡ് ചെയ്യുമ്പോൾ ആൽക്കഹോൾ രൂപത്തിലാണ്. ഈ ആൽക്കഹോളിൻ്റെ എല്ലാം OH ഗ്രൂപ്പാണ്. അയനൈസ്ഡ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പാണ്. അതാണ് മദ്യം എന്നെല്ലാം പറയുന്നത്. അയനൈസ്ഡ് ചെയ്യുമ്പോൾ അത് മദ്യത്തിൻ്റെ ഒരു പ്രത്യേകത വരികയാണ്. അതുകൊണ്ടാണ് മതം പിടിച്ചവൻ. അപ്പോൾ ഈ സോമനീര് ഇടിച്ച് പിഴിഞ്ഞ് അരിച്ചെടുക്കുമ്പോൾ അത് അയനൈസ്ഡ് ഫോമിലാണ്. അത് ശത്രുവിനെ നിഷ്കരണം നശിപ്പിക്കുക. ഇതാണ് ശത്രു. മേഘത്തെ കൂടിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്ന നടുവിലുള്ള വായുവിൻ്റെ പ്രതിരോധത്തെയാണ് ശത്രുവായിട്ട് പറയുന്നത്. അതിനെ ഇല്ലാതാക്കിയിട്ട് അതിൽ പ്രസിദ്ധനാണ് നീ. ഞങ്ങളുടെ പ്രാർത്ഥന, നമ്മൾ നിന്നോട് അപേക്ഷിക്കുകയാണ് മഴയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ശത്രുക്കളെ നശിപ്പിക്കുന്നവനുമായി അവിടെ നിന്ന് ഞങ്ങൾക്ക് ധനം നൽകി അനുഗ്രഹിക്കുക. നീ എന്ത് വേണം? മഴ പെയ്പ്പിച്ചിട്ട് കൃഷിയെല്ലാം ഉണ്ടാകുമ്പോൾ ധനം കിട്ടും, അതിനെ അനുഗ്രഹിക്കുക. പറഞ്ഞ എന്നെയാണ് പറയുന്നത്. ഇനി 158 ഞങ്ങളെ അങ്ങാണ് ധനത്തോട് ചേർക്കുന്നത്. ഞങ്ങളെ ധനത്തോട് ചേർക്കുന്നത് അങ്ങല്ലാതെ മറ്റൊന്നുമല്ല. ആ കാലത്ത് കൃഷിയാണ് പ്രധാനമായ, ഇന്നും പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് പ്രധാന ധനസമ്പാദനത്തിനുള്ള മാർഗം കൃഷി തന്നെയാണ് അന്ന് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അങ്ങാണ് ഞങ്ങളെ ധനത്തോട് ചേർക്കുന്നത്. കൂടാതെ 2 ലോകങ്ങളിൽ നിന്നും ഐശ്വര്യം ഞങ്ങളിലേക്ക് എത്തിക്കുന്നു. ഐശ്വര്യം ഞങ്ങളിലേക്ക് എത്തുക മഴയിലൂടെയാണ്. 2 ലോകം, ഭൂമിയും അന്തരീക്ഷവും. അന്തരീക്ഷത്തു നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് നീയാണ്. അതിലൂടെ ഐശ്വര്യം കൊണ്ടുവരുന്നത് നീയാണ്. ഇനി 159 യാഗം അനുഷ്ഠിക്കുന്നവർക്ക് ആർക്ക് ഏത് ധനം നൽകുകയുള്ളൂ? ഈ യാഗം ചെയ്യുന്നവർ, സോമയാഗം നടത്തുന്നവർ, അവർക്ക് ഉദ്ദിഷ്ട ഫലം നൽകി അനുഗ്രഹിക്കുന്നു.
എന്നിട്ട് അതിൻ്റെ മഹത്വം എല്ലായിടവും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. മഴ പെയ്യിപ്പിക്കുമ്പോൾ അവൻ്റെ ഫലം ആർക്കെല്ലാം കിട്ടും? ആ നാട്ടിലുള്ള എല്ലാവർക്കും കിട്ടും. ഈ യാഗം നടത്തുന്നവർക്ക് മാത്രമല്ല. അപ്പം അവർക്ക് ഫലം നൽകുന്നു. അതേസമയം അതിൻ്റെ ഐശ്വര്യം എല്ലായിടവും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നാട്ടിൽ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടും. ഇനി 190 വെള്ളത്തിന് പ്രേരകമായിരിക്കുന്നതും. വെള്ളത്തിന് പ്രേരകമാകുന്ന മഴക്ക് പ്രേരിപ്പിക്കുന്നവനാണ്. വെള്ളത്തിന് പ്രേരിപ്പിക്കുക. നമുക്ക് വെള്ളമാണ് കിട്ടണം. മഴ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വെള്ളത്തിന് പ്രേരകമായിരിക്കുന്നതും യജ്ഞത്തിൻ്റെ രക്ഷകനും. നമ്മൾ ചെയ്യുന്ന യജ്ഞം, സോമയാഗം എന്ന യജ്ഞം, അതിൻ്റെ രക്ഷകൻ, അതിനെ രക്ഷിക്കുന്ന ആരാണ്? സോമം. മുഴുവൻ ദേവതകൾക്ക് വേണ്ടിയും. ഏതെല്ലാം ദേവതകൾക്ക് വേണ്ടിയാണ് ഈ പാടുപെടുന്നത്? ഇന്ദ്രന് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി, ഇന്ദ്രന് വേണ്ടി. അവിടെയുള്ള മേഘങ്ങൾക്ക്. അത് മാത്രമാണോ? മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് ആർക്കാണ്? ഭൂമിയിലുള്ള എല്ലാവർക്കും. ഭൂമിക്ക് കിട്ടുന്നുണ്ട്, ചെടികൾക്ക് കിട്ടുന്നുണ്ട്, മാങ്ങക്ക്, ചക്കക്ക് എല്ലാം കിട്ടുന്നുണ്ട്. ഇതെല്ലാം ദേവതകളാണ്. അപ്പം ഫലമാർക്കെല്ലാണ്? ഈ ലോകത്തിലുള്ള എല്ലാ ദേവതകൾക്കും. മുഴുവൻ ദേവതകൾക്കും വേണ്ടി ഒരേ സ്വഭാവത്തോടെ വന്നെത്തുന്നു. എല്ലാവർക്കും മഴ പെയ്യുമ്പോഴുള്ള ഗുണം ആർക്കല്ല? എല്ലാവർക്കും ആവശ്യമുണ്ട്. മഴ പെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കും, തവളകൾ സന്തോഷിക്കും, മത്സ്യം സന്തോഷിക്കും. എല്ലാവർക്കും സന്തോഷമാണ്. സന്തോഷമില്ലാതെ ആരുമില്ല. ചെടികൾക്ക് സന്തോഷം. അപ്പം നീ എന്ത് ചെയ്യുന്നു? എല്ലാ ഐശ്വര്യവും സ്വർഗത്തിൽ നിന്ന്, സ്വർഗസമാനമായ ഐശ്വര്യം ഇവിടത്തേക്ക് കൊണ്ടുവരികയാണ് എല്ലാവർക്കുമായിട്ട്. ഈ 191 ഋത്വിക്കുകളാൽ പവിത്രമാക്കപ്പെട്ട അന്ന്. ഋത്വിക്കുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ സോമത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. ചെടിയിലുള്ള നീരിനെ ഇടിച്ച് പിഴിഞ്ഞ് അരിപ്പയിലൂടെ അരിച്ച് മറ്റേ പാലും വെള്ളമെല്ലാം ചേർത്ത് അരിച്ച് എടുക്കുമ്പോൾ അതിനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് അന്നം എത്തിക്കുന്നതിന് വേണ്ടി. മഴ പെയ്താൽ അന്നം എത്തിക്കും. ധാരധാരയായി. അതിനു വേണ്ടിയാണ് നിന്നെ ധാരധാരയായിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴുക്കുന്നത്. ഇടിച്ച് പിഴിഞ്ഞ് എല്ലുമായിട്ട് ചേർത്തിട്ട് അരിച്ചിട്ട് നിന്നെ ധാരധാരയായിട്ട് പാത്രത്തിലേക്ക് എത്തിക്കുകയാണ്. ഇത് ചെയ്യുമ്പോഴാണ്, ഇത് ചൊല്ലിക്കൊണ്ടാണ് ചെയ്യുക. കൂടാതെ അന്നരൂപത്തിൽ നീ മൃഗങ്ങൾക്ക് കൂടി പ്രാപ്തമാകണം. കാരണം നിന്നെ മനുഷ്യർക്ക് മാത്രം പോരാ, മൃഗങ്ങൾക്കും എല്ലാം വേണം. കാരണം മൃഗങ്ങൾക്കും നമുക്ക് നെല്ല് കിട്ടിയാൽ അതിൻ്റെ ബാക്കി പുല്ലെല്ലാവർക്കും കൊടുക്കും, മൃഗങ്ങൾക്ക് കൊടുക്കും. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് മാത്രമല്ല. ഇനി 192 നീ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് യോഗ്യനാണ്. ഈ സോമം പ്രാർത്ഥിക്കാൻ, അതിനോട് അഭ്യർത്ഥിക്കാൻ നീ യോഗ്യനാണ്. കാരണം എപ്പോഴും നിന്നെ ആവശ്യമുണ്ട്. സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോഴും അതിനുപയോഗിക്കുന്ന ഇൻപുട്ടിനെയാണ് സോമം എന്ന് പറയുന്നത്. ഇവിടെ സോമയാഗത്തിൽ നീരാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചോറുണ്ടാക്കേണ്ടിക്ക് ഉപയോഗിക്കുന്ന അരിയും വെള്ളമെല്ലാം സോമമാണ്. അപ്പം നീ പ്രാർത്ഥനയ്ക്ക് യോഗ്യനാണ്. അവിടെയെല്ലാം എന്താണ് അതിനോട് പ്രാർത്ഥിക്കുന്ന? എന്താണ്? അരിയെ ചോറാക്കിയിട്ട് മാറ്റാൻ. പാൽ ചേർത്താണ് പരിശുദ്ധമാക്കുന്നത്. അപ്പം ഇവിടെ സോമയാഗത്തിൽ നിന്നെ എന്താണ് ചെയ്യുന്നത്? പാല് ചേർത്തിട്ട് പരിശുദ്ധമാക്കുന്നു. പാലും കൂടി ചേർത്തിട്ടാണ് ഇതിനെ ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള നീരിനെ പാലുമെല്ലാം അയച്ച് ചേർത്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. അങ്ങനെയുള്ള നീയാണ് യജ്ഞകർത്താവിന് ധനധാന്യാദികളെല്ലാം നൽകി അനുഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഈ സോമം അങ്ങനെ തന്നെ കൊണ്ടുപോയി അഗ്നിയിലിട്ടാൽ പോരാ, പാലുമായിട്ടെല്ലാം മിക്സ് ചെയ്യണം. പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പം ഈ വിഘടിച്ച സാധനം വേർപെട്ട് കിടക്കല് പിന്നെയും കൂടി ചേർന്ന് കളയും. അപ്പോൾ ഇടിച്ച് പിഴിഞ്ഞിട്ട് അയനൈസ്ഡ് ചെയ്തിട്ട് വേർപെടുത്തി നിൽക്കാൻ വേണ്ടിയാണ് അതിൻ്റെ അത് പാലും ചേർക്കുന്നത്. ഇനി 193 ഹവിസ് അർപ്പിക്കുന്ന യാഗകർത്താവിന്. എന്നിട്ട് ഇങ്ങനെയുള്ള സോമം എന്തിലേക്ക് അർപ്പിക്കും? അഗ്നിയിലേക്ക് യാഗം നടത്തുന്ന ആള് അർപ്പിക്കും.
യാഗത്തിന് വേണ്ടി പവിത്രീകരിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ ഏറെ ചെയ്യുന്ന സോമമേ അവിടുന്ന് ഇന്ദ്രസ്ഥാനത്തേക്ക് പോയാൽ. അപ്പം അങ്ങനെ പവിത്രീകരിച്ച് യജ്ഞകർത്താവ് ഹവിസ് അഗ്നിയിലേക്ക് അർപ്പിച്ചിട്ട് പവിത്രീകരിക്കപ്പെട്ട നിന്നെ അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? ഇന്ദ്രസ്ഥാനത്തേക്ക് പോവുക. എവിടെ ഇന്ദ്രൻ ഇരിക്കുന്നത്? ആകാശത്തിൽ എല്ലായിടത്തും ഇന്ദ്രനുണ്ട്. ഇവിടെ ഇടിച്ചു പിടിയുമ്പോഴും അതിനെ ഏകോപിപ്പിക്കുന്ന ഇന്ദ്രൻ തന്നെയാണ്. പിന്നെ ഇന്ദ്രസ്ഥാനമാണെന്നാണ് ആകാശത്തിൽ. മേഘത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഈ മേഘത്തെ കൂട്ടിച്ചേർക്കാം. മേഘം കൂടിച്ചേരാതുകൊണ്ടാണ് മഴ പെയ്യാറ്. അപ്പം ഇതങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ ഉപയോഗിച്ച് മേഘങ്ങളെ കൂട്ടിച്ചേർക്കും. അതുകൊണ്ട് നീ ഇന്ദ്രസ്ഥാനത്തേക്ക് പോയാൽ